ഗായ്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 2-3 ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇപ്പോൾ ഇട്ടത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, 2 ദിവസത്തെ ബ്രേക്ക്. അപ്പോൾ ഞാൻ മുമ്പിൽ എല്ലാ വീഡിയോസും ഇടണം എന്ന് വിചാരിച്ച ഒരാളാണ്. ഒരുപാട് വീഡിയോസ് ഇപ്പോൾ മിസ്സായി. അപ്പോൾ ഒന്നാമത് എനിക്ക് സുഖമില്ല, ജലദോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എടുക്കാനൊരു മൂഡില്ല. പിന്നെ നമുക്ക് നോമ്പുകാരുണ്ടായത് നമ്മളെ വീട്ടിൽ. അന്നത്തെ ദിവസം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നടന്നില്ല, കാരണം തിരക്കല്ല. നോമ്പുകാരൻ്റെ തിരക്കൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ. അപ്പോൾ എനിക്ക് നോമ്പുകാരൻ്റെ അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഇതായിപ്പോയി, സുഖമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ നീങ്ങിപ്പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ വാങ്ങിത്തരാം. എത്ര എണ്ണം വേണം? വാങ്ങിത്തരാം കേട്ടോ. എത്ര വേണം? 3 എണ്ണോ? എന്തിനെനിക്ക് 3 കൈ ഉണ്ടോ? 2 കൈയല്ലേ ഉള്ളൂ? അപ്പോൾ ഗൈസ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് നേരം 10:30 എത്തിയാട്ടോ. നേരത്തെ ഇൻട്രോ എടുത്തില്ല. ഞാൻ കടി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പഠിച്ചത് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ വിചാരിച്ചത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സംസാരിച്ച് അങ്ങനെ കാര്യങ്ങളും പറയുന്നത് ജസ്റ്റ് വീഡിയോ വേഗം അങ്ങ് എടുത്ത് പോയത്. എന്നിട്ടിപ്പോൾ കിടക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പം അന്നു അവിടെ കിടക്കുന്നുണ്ട്, എൻ്റെ കൂടെ എന്തൊക്കെയോ കഥയൊക്കെ പറയാം. ചോട്ടാ ഭീമിൻ്റെ ശക്തി കിട്ടാൻ ലഡു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കഥ അറിയാണ്. അതിന് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരും. ഞാൻ ഉറങ്ങാൻ നോക്കട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ? തൊണ്ടേന്റെ എന്ത് സാധനം? നാവ്. അണ്ണാക്കിലുള്ളതോ? അത് കുഞ്ഞിനാവ്. അതന്നെ, അത് കുഞ്ഞിനാവ്. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആരെ പറഞ്ഞെന്ന്? എപ്പോ? എന്നും ഞാൻ എന്റെ അണ്ണാക്ക് കേറി നോക്കിയോ? അതുകൊണ്ടാ സംസാരിക്കുന്ന അറിയാന്. ഓ, കണ്ണിനുള്ളിൽ കൂടെ നോക്കിയപ്പോഴോ? ഇത് വല്ലാത്ത നോക്കലാണല്ലോ. ആണോ? എനിക്ക് നാളെ നോമ്പെടുക്കണ്ടേ? മുത്തൂന്റെ വീട്ടില് നമ്മള് ബുധനാഴ്ച അല്ലേ പോകുന്നത്? നാളെ ചൊവ്വാഴ്ച അല്ലേ? ബുധനാഴ്ച ആവോ? നമുക്ക് പോവാം. അപ്പൊ സ്കൂളിൽ നിന്ന് ഉമ്മി കൂട്ടാ? ലീവാക്കാൻ പറ്റൂല, പരീക്ഷ ആയില്ലേ? മൂത്ത് കൊണ്ടാക്കുവോ? എന്നാ നമുക്ക് ലീവാക്കാം. ഓക്കെ? ആയിക്കോട്ടെ, നോക്കാട്ടോ. ടീച്ചറോട് ചോദിച്ചത്. ഇല്ല, എന്നാ ലീവാക്കാം. ഓക്കെ ഡൺ. മെല്ലെ. അപ്പൊ ഗായ്സ്, നോമ്പ് തുറക്കാൻ താത്തയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ നോമ്പ് തുറക്കാൻ ചെല്ലാൻ വിളിച്ചിട്ടാ പോയത്. ബുധനാഴ്ച നോമ്പ് തുറ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ച രാത്രിയാണ്. അപ്പോൾ എനിക്ക് നാളെ ലീവ് വേണം. മറ്റന്നാൾ നോമ്പ് തുറക്ക് നാളെ തന്നെ ലീവ് വേണം എന്നാണ് എൻ്റെ ഇപ്പം എന്നോട് പറഞ്ഞത് അല്ലേ? വടിയം മക്കൾക്ക് അല്ലേ? വലിയ പെണ്ണെട്ടാനായിട്ട് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുന്ന ഗ്യാസ്. ഞാൻ അല്ലെങ്കിലേ മെലിഞ്ഞ് വളഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓനിരുന്നപ്പോൾ ഞാൻ ഒന്നും കൂടി വളഞ്ഞു. അപ്പോൾ കുക്കറിൽ മുട്ട വേങ്ങാൻ വെച്ചതാട്ടോ. ഒരു വിസിലേറ്റ വന്നപ്പോൾ തേങ്ങാമുറി ഉണ്ടാക്കുന്നത്. അതിനിപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അരപ്പ്. മല്ലിച്ചപ്പും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ച് വെച്ചതാണ്. പിന്നെ ലേശം പഴംപൊരിക്ക് മാവ് ഇളക്കിയിട്ടുണ്ട്.
ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇത് സ്പൂൺ കൊണ്ട് കുത്തി ഞാൻ ആൺ കൊടുക്കുന്നവരെ കുത്തും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് എണ്ണ ചൂടായിട്ട് നമ്മൾ ആ പച്ച അരപ്പ് ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് മിക്സ് ആക്കാട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് പാരട്ടോ. തെറിച്ച് ഗ്യാസ് കയ്യിലേക്കൊക്കെ തെറിച്ച് ഈ എണ്ണയിലേക്ക് ഞാനല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുവിടും. അപ്പോൾ ഇത് അതിനകത്തേക്ക് ഉപ്പിട്ട് ഇത് പച്ചമണം വാടുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പച്ചമണം മാറ്റി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇടാൻ കേട്ടോ. നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങ് അതിനകത്ത് മിക്സാക്കിയിട്ടോ. മിക്സാക്കലും വീഡിയോ എടുക്കലും ഒരുമിച്ച് എടുക്കാത്തതാണ് ഞാൻ കാണിക്കാണ്ടുന്നത്. ആ പച്ച അരപ്പിലേക്ക് ഉരുളക്കിഴങ്ങ് ഇതാക്കി നല്ലോണം ഉടച്ചെടുത്ത് മിക്സാക്കി വെച്ചതാട്ടോ. ഉപ്പൊക്കെ പാകാക്കി സെറ്റാക്കി വെച്ചതാണ്. എന്താ ഫ്ലാഷ് അടിച്ചപ്പോൾ അനുങ്ങാണ്ടായി പോയെ? ഇതെന്താ എങ്ങനെ ഇരിക്കണേ? അത് തേങ്ങമുറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചാൽ മതി. അപ്പോൾ ബാക്കി വന്ന മാവിന് ഞാനെടുത്ത് കട്ട്ലേറ്റ് പോലെ ആക്കിയതാട്ടോ. ബാക്കി ഫ്രിഡ്ജിൽ വെക്കണ്ടായി വെച്ചിട്ട്. ഞാൻ കണ്ടിട്ടില്ല. ഗായ്സ് നമ്മളെ കടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഒരു വൈകുന്നേരമായപ്പോൾ തുടങ്ങിയതാണ് മഴ. അപ്പോൾ ഇതാ തേങ്ങാമുറി ഇതവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മനസ്സിലാവണില്ല അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാ തേങ്ങാമുറി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും പിന്നെ ഇത് പഴംപൊരി ആക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മധുരം മണ്ടരച്ചിട്ട് അങ്ങനെ ആക്കിയ ജ്യൂസൊന്നും പാർന്നിട്ടില്ല. ജ്യൂസൊക്കെ നോമ്പ് തുറക്കാൻ നേരത്ത് പാരാച്ചിട്ട് ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസും പിന്നെ മിൻറ്റ് ലൈമും അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് ഒന്നാമത് സുഖമില്ലായിരുന്നു. പിന്നെ നോമ്പ് തുറയും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ആയിപ്പോയി. വീട്ടിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ കടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വാങ്ങി കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. ചായ താഴ്ത്തത്ത് വെച്ചിട്ട്. മഴ അവിടേക്കൊക്കെ മഴ ഉണ്ടോ? എങ്ങനെയാണ് സ്ഥിതി? ഇവിടെ നല്ല മഴയാണ്. കുറച്ച് മുമ്പിൽ തുടങ്ങിയതാണ്. അപ്പോൾ പെയ്തുകൊണ്ടിട്ടുണ്ട്, ഇടിയും വിട്ടുണ്ട്. ഒന്ന് കറണ്ട് പോയി വന്ന്. അപ്പോൾ വാങ്ങി കൊടുക്കുന്നതിന് ഒക്കെ ആക്കി വെച്ചാൽ ഇപ്പോൾ അന്നേരം കറണ്ട് പോയാൽ സേഫാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.